എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടംപസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഡിസംബർ 17-18 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. SCRT മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCRT ഗൈഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനും വേണ്ടിയിട്ടുള്ള ഗൈഡുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ലേണിംഗ് റൂം ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, ദെൻ ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടർ ആഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം കുട്ടികളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഈ വർഷം വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് വെബ്കോ LDC എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരുപാട് ബോണസ് ദെൻ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വളരെ നല്ല ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനുമായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഒരു PSC പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സിന്റെ പ്രയോറിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. 20, 15, 10 എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അത് മാത്രമല്ല സബ്ജക്ട് വൈസും കറണ്ട് അഫയേഴ്സ് വരാറുണ്ട്. സോ കറണ്ട് അഫയേഴ്സിലെ മാർക്ക് തന്നെയാണ് പലപ്പോഴും PSC പരീക്ഷകളിലെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് 2024-25 വർഷങ്ങളിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ഫാക്ടുകളാണ് ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com ഇബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അതായത് ഫിഫ ബെസ്റ്റ് പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫിഫ നൽകുന്ന, അതായത് ഈ ഒരു വർഷത്തെ പ്രകടനങ്ങൾ കണക്കിലെടുത്തിട്ട് ഫിഫ നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് പുരസ്കാരം നേടിയത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബാലൻ ദിയോറിനെ പോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു പുരസ്കാരമാണ് എന്ന് പറയുന്നത് ഫിഫ ബെസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത്. സോ ഫിഫ ബെസ്റ്റ് അവാർഡ് 2025. അപ്പോൾ ഏറ്റവും മികച്ച പുരുഷ താരം എന്ന് പറയുന്നത് ഒസ്മാനെ ഡിംബാലയാണ്. ആരാണ്? ഒസ്മാനെ ഡിംബാലയാണ് ഏറ്റവും മികച്ച പുരുഷ താരം എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും മികച്ച വനിതാ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്റ്റ്ന ബോൺമാറ്റി. ആരാണ്? എയ്റ്റ്ന ബോൺമാറ്റി ആണ്. ഇത് തുടർച്ചയായ 3ാം തവണയാണ് എയ്റ്റ്ന ബോൺമാറ്റി എന്ത് ചെയ്യുന്നത് പുരസ്കാരം നേടുന്നത്. ഇനി അടുത്തത് മികച്ച പുരുഷ കോച്ചാണ് ലൂയിസ് എൻറിക്. ആരാണ്? ലൂയിസ് എൻറിക് ആണ് ഏറ്റവും മികച്ച പുരുഷ കോച്ച് എന്ന് പറയുന്നത്. ദെൻ മികച്ച വനിതാ കോച്ച് എന്ന് പറയുന്നത് സെറീന വീമാൻ. ആരാണ്? സെറീന വീമാൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മികച്ച പുരുഷ താരം ഒസ്മാനെ ഡിംബാലെ, ദെൻ മികച്ച വനിതാ താരം എയ്റ്റ്ന ബോൺമാറ്റി, ദെൻ മികച്ച പുരുഷ കോച്ച് ലൂയിസ് എൻറിക്, ദെൻ മികച്ച വനിതാ കോച്ച് സെറീന വീമാൻ. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ മികച്ച പുരുഷ ഗോൾ കീപ്പർ. ഇതാണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ. മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൊണ്ണരുമയാണ്. അല്ലാണ്ട് ഡൊണ്ണരുമയാണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. ദെൻ മികച്ച വനിതാ ഗോൾ കീപ്പറിലേക്ക് വരികയാണെങ്കിൽ ഹന്ന ഹാംപ്റ്റൺ ആണ്. ആരാണ്? ഹന്ന ഹാംപ്റ്റൺ ആണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. ഇനി പുസ്കാസ് അവാർഡ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഈ പറയുന്ന പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു അവാർഡ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പുരുഷ താരത്തിന്റെ മികച്ച ഗോളിന് നൽകുന്നതാണ്. അപ്പോൾ ഒരു പുരുഷ താരം നേടിയ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്നതാണ് പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത്. അത് നേടിയത് സാന്റിയാഗോ മോണ്ടിയൽ. ആരാണ്? സാന്റിയാഗോ മോണ്ടിയൽ ആണ്. വളരെ കൃത്യമായിട്ട് ഒരു പേരെന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും ഇവിടെ പുസ്കാസ് അവാർഡ് പറഞ്ഞല്ലേ, ഒരു പുരുഷ താരത്തിന്റെ മികച്ച ഗോളിനാണ് ഈ പറയുന്ന പുസ്കാസ് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വനിതാ താരത്തിന്റെ മികച്ച ഗോളിന് ഒരു അവാർഡ് കൊടുക്കണമല്ലോ. അത് ഏത് അവാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? മാർത്ത അവാർഡ്. ഇതാണ് മാർത്ത അവാർഡാണ്. അപ്പോൾ പുസ്കാസ് അവാർഡ് എന്താണ്? ഒരു പുരുഷ താരത്തിന്റെ മികച്ച ഗോളിന്, ദെൻ ഒരു വനിതാ താരത്തിന്റെ മികച്ച ഗോളിന് ഏതാണ്? മാർത്ത അവാർഡുമാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 ഫിഫ ബെസ്റ്റ് അവാർഡിൽ മാർത്ത അവാർഡ് നേടിയത് ആരാണ്? അത് ലിസ്ബത്ത് ഒവല്ലെ. ആരാണ്? ലിസ്ബത്ത് ഒവല്ലെ ആണ്. അപ്പൊ ഈ ഒരു പേര് കൂടി ഓർക്കുക. സോ ഇതാണ് നമുക്ക് ഫിഫ ബെസ്റ്റ് അവാർഡിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാറ്റഗറികൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? വന്യജീവി സംരക്ഷണാർത്ഥമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ
റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തുനിന്നാണ്? ഇത് മധ്യപ്രദേശിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് നമുക്കെല്ലാം അറിയാം വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് അല്ലെ. അപ്പൊ ആ ടൈഗർ റിസർവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റോഡ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഏത് ദേശീയ ഹൈവേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NH45 ആണ് കേട്ടോ. NH45 ആണ് ഈ ദേശീയപാത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭോപ്പാൽ ജബൽപൂർ കേട്ടോ, ഭോപ്പാൽ ജബൽപൂർ എന്താണ് നമ്മുടെ ദേശീയപാതയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റോഡ് നിലവിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സിമ്പിൾ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ചോ ല ഡോക് ല എന്നീ പറയുന്ന ചുരങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ചോ ല ഡോക് ല എന്ന് പറയുന്ന രണ്ട് ചുരങ്ങളുണ്ട്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സിക്കിമിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്തുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് രൺഭൂമി ദർശൻ പദ്ധതി, നമുക്ക് ഈ പദ്ധതിയിലേക്ക് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ പോയിന്റ് പറയാം, എന്നിട്ട് ആ പദ്ധതിയിലേക്ക് വരാം. അപ്പോൾ ഭാരത് രൺഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വിനോദസഞ്ചാരത്തിനായിട്ട് അടുത്തിടെ തുറന്നു കൊടുത്ത സിക്കിമിലെ ചരിത്ര പ്രധാനമായ ചുരങ്ങളാണ് ഈ പറയുന്ന ചോ ല ഡോക് ല എന്ന് പറയുന്നത്. അപ്പൊ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു? ഭാരത് രൺഭൂമി ദർശൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പൗരന്മാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രൺഭൂമി എന്ന് തന്നെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, യുദ്ധഭൂമിയും സൈനിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളും ഒക്കെ കാണാനായിട്ട് അവസരം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഭാരത് രൺഭൂമി ദർശൻ. സോ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ചോല ഡോഗ്ല എന്നീ പറയുന്ന ചുരങ്ങളെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 98ാമത് അക്കാദമി അവാർഡ് അഥവാ ഓസ്കാർ അവാർഡില് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ്? അപ്പൊ എന്താണ് 98ാമത് അക്കാദമി അവാർഡുകളുടെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതാണ്? ഹോം ബൗണ്ട് ആണ്. ഈ ചിത്രം നമുക്ക് ഓൾറെഡി തന്നെ അറിയാം അല്ലെ. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആരാണ്? നീരജ് ഗെയ്വാൻ ആണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ ഡിഗ്രിക്കാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതിനു മുൻപ് ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ പ്രധാനമന്ത്രി സന്ദർശിച്ച വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കി വയ്ക്കുക, 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ എന്താണ് 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജോർദാൻ, എത്യോപ്യ, ഒമാൻ. ഏതൊക്കെയാണ്? ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം ഏതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രധാനമായ കരാറുകൾ ഒപ്പിടാറുണ്ട്, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതികൾ കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സന്ദർശനം പൂർത്തിയാവുന്ന സമയത്ത് ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2026 സീസണിലേക്കുള്ള IPL-ലെ എന്താണ് താരലേലം, അതായത് മിനി താരലേലം നടന്നിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2026 IPL എഡിഷനിലേക്കുള്ള മിനി താരലേലം 2025 ഡിസംബറിൽ നടന്നു. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുദാബി. എവിടെയാണ്? അബുദാബി ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ലേലം നടത്തിയത് അല്ലെങ്കിൽ ലേലത്തിന്റെ ഓപ്ഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മല്ലിക സാഗർ. ആരാണ്? മല്ലിക സാഗർ ആണ്. അതായത് IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? അത് ഈ പറയുന്ന മല്ലിക സാഗർ ആണ്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ IPL മിനി താരലേലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വേദി അബുദാബി ആണെന്ന് പറഞ്ഞു, ലേലം നടത്തിയത് ആരാണെന്ന് പറഞ്ഞു? മല്ലിക സാഗർ ആണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ലേലത്തിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ലേലത്തിൽ ഏറ്റവും കൂടിയ തുക കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാമറൂൺ ഗ്രീൻ ആണ്. ഓസ്ട്രേലിയയുടെ കാമറൂൺ ഗ്രീൻ ആണ്. അദ്ദേഹത്തെ 25.20 കോടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഇതൊരു റെക്കോർഡാണ്. അതായത് IPL-ൽ ഒരു വിദേശ താരത്തിന് കിട്ടുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 25.20 കോടിയാണ്. അപ്പോൾ ഈ തുകയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന് മുൻപുള്ള റെക്കോർഡും എന്താണ്? കൊൽക്കത്ത വിളിച്ചെടുത്തത് തന്നെയാണ്. അതായത് നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു അന്ന് അവരെ 24.75 കോടി മുടക്കിയാണ് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ IPL ഏറ്റവും വില കൂടിയ താരം ആരാ? അത് ഋഷഭ് പന്ത് ആണ്. 27 കോടിക്ക് ലക്നൗ സൂപ്പർ ജയൻസ് വിളിച്ചത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത് ഇതിൽ ഏതെങ്കിലും മലയാളികളെ ലേലത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ ലേലത്തിൽ ഏകദേശം ഒരു 10-13 മലയാളികൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആകെ ഒരാളെ മാത്രമേ ലേലത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ടീം വിളിച്ചെടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ വിഘ്നേഷ് പുത്തൂരാണ്. നമുക്കറിയാം ഓൾറെഡി PSC ചോദിച്ചതുമാണ് അല്ലെ, നമ്മുടെ കേരളത്തിന്റെ ചൈനാമാൻ ബോളറാണ് ആരെന്ന് പറയുന്നത്? വിഘ്നേഷ് പുത്തൂർ. അപ്പൊ വിഘ്നേഷ് പുത്തൂർ ഇത്തവണത്തെ അതായത് 2026 എഡിഷനിൽ കളിക്കാൻ പോകുന്നത്
പോകുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടായിരിക്കും. ആർക്കാണ്? രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വിഘ്നേഷ് പുത്തൂർ കളിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് വെച്ചേക്കുക. രാജസ്ഥാന്റെ മലയാളിയായ സഞ്ജു എന്ത് ചെയ്തിട്ടുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇതിനൊപ്പം രണ്ട് പേരുകൾ കൂടി ഓർക്കണം. ഒന്നെന്ന് പറയുന്നത് കാർത്തിക് ശർമ്മ. എന്താണ് കാർത്തിക് ശർമ്മ എന്ന് പറയുന്ന ഒരു പേരൊന്ന് ഓർത്ത് വയ്ക്കുക. then അതിനൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി ഓർക്കാനുണ്ട്, അതായത് പ്രശാന്ത് വീർ. എന്താണ്? പ്രശാന്ത് വീർ. ഈ രണ്ട് താരങ്ങളുടെ പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. കാര്യം ഇവർ ഇതുവരെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടും അൺക്യാപ്ഡ് പ്ലെയർ ആണ്. അൺക്യാപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശീയ ടീമിന് വേണ്ടി ഇതുവരെ കളിക്കാത്തവരാണ് അൺക്യാപ്ഡ് പ്ലെയർ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെയും വിളിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതും ഒരു റെക്കോർഡാണ്. അതായത് 14.20 കോടിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് IPL ഒരു അൺക്യാപ്ഡ് താരത്തിന് കിട്ടുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത് ഇവരുടെ പേരിലാണ്. കാർത്തിക് ശർമ്മ ആൻഡ് പ്രശാന്ത് വീർ 14.20 കോടിക്ക് ഏത് ടീമാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ഈ ഒരു താരലേലത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ താരം എന്ന് പറയുന്നത് ആരാണ്? അത് ജലജ സക്സേനയാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് വഹീദുള്ള സാദ്രാനാണ്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലേലവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊരു മിനി താരലേലം അല്ലേ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മതിയാവും. ബാക്കി കാര്യങ്ങളൊക്കെ 2026 IPL ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പോൾ 2026 IPL എത്തുന്നതിന് മുൻപ് 2025 IPL ജേതാക്കൾ ആരാ? അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരാണ്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2025 സ്ക്വാഷ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്. അപ്പോൾ 2025 സ്ക്വാഷ് ലോകകപ്പ് എവിടെ വെച്ചാണെന്ന് നമുക്കറിയാം അല്ലെ. ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. നമുക്ക് യാതൊരു സംശയവുമില്ല. 2025 സ്ക്വാഷ് ലോകകപ്പ് ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോങ്കോങ്ങിനെയാണ്. അപ്പോൾ ആരെയാണ്? ഹോങ്കോങ്ങിനെയാണ് എന്ത് ചെയ്തത്, ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്വാഷ് ലോകകപ്പ് കിരീടം നേടുന്നു. ഇനി 2023 ലോകകപ്പ് നടന്നു. അന്ന് ഇന്ത്യക്ക് എന്തായിരുന്നു? വെങ്കലമായിരുന്നു കേട്ടോ. അന്ന് ഇന്ത്യക്ക് വെങ്കലമായിരുന്നു. അപ്പോൾ 2025 സ്ക്വാഷ് ലോകകപ്പ് ചെന്നൈയിൽ വെച്ച് നടന്നു. ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇനി പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം 2027 ഒളിമ്പിക്സ് ലോസ് ആഞ്ചൽസിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒരു ഈവന്റ് എന്ന് പറയുന്നത്, അത് പുതുതായി ഉൾപ്പെടുത്തപ്പെട്ട ഒരു ഈവന്റ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ക്വാഷ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇതാണ്. അപ്പോൾ എന്താണ് 2026 എന്ത് ചെയ്യാൻ പോവുകയാണ്? പ്രഥമ കോമൺവെൽത്ത് ഖോഖോ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം. അപ്പൊ ഈ ഖോഖോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ച്. ദെൻ ഇതിലെ പുരുഷ വിഭാഗമായാലും വനിതാ വിഭാഗമായാലും കിരീടം നേടിയത് ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. സോ അതിലൊന്നും നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, യൂത്ത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്. അത് അഭിഗാൻ കുണ്ടു ആണ്. കൃത്യമായിട്ട് ഓർക്കുക, അഭിഗാൻ കുണ്ടു എന്ന് പറയുന്ന താരമാണ് എന്ത് ചെയ്തത്, യൂത്ത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തൊക്കെ കാണും. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ SCRT ഫാക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളും SCRT ഫാക്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talentgala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് 2025 എന്ത് പുരസ്കാരം? ഫിഫ ബെസ്റ്റ് അവാർഡാണ് പറഞ്ഞത്. മികച്ച പുരുഷ താരം ഒസ്മാനെ ഡിംബാലെ ആണെന്ന് പറഞ്ഞു. ദെൻ മികച്ച വനിതാ താരം മെയ്ഗ്ന ബോൺമാറ്റി ആണ്. ദെൻ മികച്ച പുരുഷ കോച്ച് ലൂയിസ് എൻറിക് ആണ്. ദെൻ മികച്ച വനിതാ കോച്ച് സെറീന വീമാൻ ആണ്. അതിനുശേഷം പറഞ്ഞത് മികച്ച പുരുഷ ഗോൾ കീപ്പർ ആണ് ആരാണ്? ഡൊണ്ണരുമയാണ്. ദെൻ മികച്ച വനിതാ ഗോൾ കീപ്പർ ഹന്ന ഹാംപ്ടൺ ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് പുസ്കാസ് അവാർഡ് അത് സാന്റിയാഗോ മോണ്ടിയലിനാണെന്ന് പറഞ്ഞു. പുസ്കാസ് അവാർഡ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പുരുഷ താരത്തിന്റെ മികച്ച ഗോളിന് നൽകുന്ന അവാർഡാണ്. ദെൻ അതേപോലെ തന്നെ ഒരു വനിതാ താരത്തിന്റെ മികച്ച ഗോളിനാണ് മാർത്ത അവാർഡ് നൽകുന്നത്. അത് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്ബത്ത് ഒവല്ലേക്കാണ്. അതുകൂടി നോട്ട് ചെയ്യുക.
അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അതിനുശേഷം ഭാരത് രൺഭൂമി ദർശൻ, നമുക്കറിയാം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് എന്താണ് യുദ്ധപരമായുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ഭാരത് രൺഭൂമി ദർശൻ എന്ന് പറയുന്നത്. സോ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിനോദസഞ്ചാരത്തിനായിട്ട് അടുത്തിടെ തുറന്നു കൊടുത്ത സിക്കിമിലെ 2 ചുരങ്ങളുണ്ട്. പേര് ചോല ഡോക്ല. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ചോല ഡോക്ല എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു സിനിമയെ പറ്റിയായിരുന്നു, ഹോം ബൗണ്ട് എന്ന് പറയുന്ന ചിത്രം. അതായത് 98ാമത് അക്കാദമി അവാർഡുകളിൽ എന്താണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് എന്ന് പറയുന്നത് ഹോം ബൗണ്ട്. അതിനുശേഷം മോദിയുടെ വിദേശ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് 2025 ഡിസംബറിൽ അദ്ദേഹം ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളെ സന്ദർശിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം IPL മിനി താരലേലമാണ്. അപ്പോൾ മിനി താരലേലത്തിൽ വേദി അബുദാബി ആണെന്ന് പറഞ്ഞു. ആ ലേലം നടത്തിയത് മല്ലിക സാഗർ ആണെന്ന് പറഞ്ഞു. ഈ ഒരു ലേലത്തിൽ 2025 നടന്ന ലേലത്തിൽ ഏറ്റവും വില കൂടിയ താരം നമ്മുടെ കാമറൂൺ ഗ്രീൻ ആണെന്ന് പറഞ്ഞു. ഒരു ഫോറിൻ പ്ലെയർക്ക് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് കിട്ടിയതും ഈ പറയുന്ന കാമറൂൺ ഗ്രീൻ ആണ്. ഈ ലേലത്തിലെ ഒരു പ്രധാനപ്പെട്ട ബൈ എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള വിഘ്നേഷ് പുത്തൂരാണ്. രാജസ്ഥാൻ റോയൽസ് ആണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നത്, ലേലത്തിൽ വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം 2025 സ്ക്വാഷ് ലോകകപ്പ് വേദി അവിടെയാണ്, ചെന്നൈയാണ്. ജേതാക്കൾ ഏതാണ്? ഇന്ത്യ തന്നെയാണ്. അതിനുശേഷം പറഞ്ഞത് ഖോഖോ ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് 2026 പ്രഥമ കോമൺവെൽത്ത് ഖോഖോ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അതിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പോൾ പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് നടന്നത് ഇവിടെ തന്നെ, ഇന്ത്യയിലാണ്. ജേതാക്കൾ ഇന്ത്യ. അത് പുരുഷ വിഭാഗമായാലും വനിതാ വിഭാഗമായാലും ജേതാക്കൾ ഇന്ത്യ തന്നെയാണ്. അതിനുശേഷം യൂത്ത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരത്തെ പറ്റി പറഞ്ഞു. ആരാണ്? അഫിഖ്യാൻ ഗുണ്ടു ആണെന്ന് പറഞ്ഞു. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൽ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ രാജ്കുമാർ ഗോയൽ, പ്രിയങ്ക കനുങ്കോ, PR രമേശ്, V രാമസുബ്രഹ്മണ്യൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ ജയ്പൂർ, ഭോപ്പാൽ, പാട്ന, വാരണാസി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഗർഭനിരോധന മരുന്നുകൾക്കും ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ചൈനയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണ്. അതായത് സ്ക്വാഷ് ലോകകപ്പ് 2025 വേദി അല്ലെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ ചെന്നൈയിലാണ്. ജേതാക്കളും ആര് തന്നെയായിരുന്നു? ഇന്ത്യ തന്നെയായിരുന്നു. ഹോങ്കോങ്ങിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 17, 18 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.